രാം നാരായണ രാം. ഇന്നത്തെ പരിപാടിയിൽ സുഭാഷ് ചന്ദ്ര ബോസ് സംസാരിക്കപ്പെടും. നിരവധി ആളുകൾ ഇവരെ സ്വന്തം ആദർശമാന്യരായി കാണുന്നു. സുഭാഷ് ചന്ദ്ര ബോസിന് ഏറെ ആളുകൾ പ്രിയപ്പെട്ടവരാണ്. എന്നാൽ അദ്ദേഹം എന്തു ചെയ്തുവെന്നും അതിനാൽ തന്നെ അവര് പ്രിയപ്പെട്ടവരായി, അവരെ ആദർശമാന്യരായി കാണുന്നവരായി മാറിയിരിക്കുന്നു. നമ്മുടെ മഹാഗുരു ബാലക് ബ്രഹ്മചാരി ജി ഇവരെപ്പുറം എന്ത് ചിന്തിക്കുന്നു? സുഭാഷ് ചന്ദ്ര ബോസിന്റെ സംബന്ധമായ അവരുടെ കാഴ്ചപ്പാട് എന്താണ്? ഈ പരിപാടിയിലൂടെയെല്ലാം ഇതെല്ലാം നിങ്ങൾക്ക് വിശദീകരിക്കപ്പെടും. നേതാജി സുഭാഷ് ചന്ദ്ര ബോസ് ഒരു ബുദ്ധിമാൻ വ്യക്തി ആയിരുന്നു. അവര് ബംഗാളിൽ നിന്നുള്ളവരാണ്. അവർ ആരംഭിച്ചില്ലെങ്കിൽ ബ്രിട്ടീഷുകാരെ തള്ളിക്കളയാൻ സാധിച്ചിരിക്കുന്നില്ല. നിങ്ങളെല്ലാവരെയും സന്തോഷിപ്പിക്കും എന്ന് ഞാൻ പറയട്ടെ. 1939 മഹാഗുരു ബാലക് ബ്രഹ്മചാരി ജി തന്നെ സുഭാഷ് ചന്ദ്ര ബോസിന് നൽകി. നേതാജിക്ക് ദേശീയ പ്രീതി മുൻഗണനയായിരുന്നു. മാതൃഭൂമിയെ ഇംഗ്ലീഷ് ഗൗണിൽ നിന്ന് സ്വാതന്ത്ര്യമാക്കുന്ന വിധം ആസാദ് ഹിന്ദ് ഫോഴ്സ് എന്ന സേന രൂപീകരിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ദേശീയ ഭക്തി, സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള സന്ദേശം ജനങ്ങൾക്കിടയ്ക്കെത്തിക്കുന്നതിനായി ബെർലിനിൽ ഫ്രീ ഇന്ത്യ സെന്റർ സ്ഥാപിക്കുകയും ആസാദ് ഹിന്ദ് റേഡിയോ ആരംഭിക്കുകയും ചെയ്തു. സ്വാതന്ത്ര്യ സമരത്തെ മുന്നോട്ടു നയിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ചിന്തകൾ ഇങ്ങനെ ആയിരുന്നു: ഞങ്ങള് നമ്മുടെ ദേശീയ സംരക്ഷണത്തിന് ശക്തമായ അടിത്തറ ഒരുക്കണം. അതിനാൽ ഭാവിയിൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് മറുപടി എതിരെ കടത്തപ്പെടാതെ പോകുമെന്ന് ഉറപ്പാക്കണം. ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പലരും അവരുടെ പങ്കുവഹിച്ചിട്ടുണ്ട്. എന്നാൽ സുഭാഷ് ചന്ദ്ര ബോസിൻ്റെ പങ്ക് മറിച്ച് ആരും അങ്ങനെയൊന്നും കളികളയില്ലെന്ന് പറയാം. മഹാഗുരു ബാലക് ബ്രഹ്മചാരി നേതാജിയോടൊപ്പം ഈ ദീക്ഷ നൽകിക്കൊണ്ട് പറഞ്ഞിരുന്നു: നാട്ടിൻ്റെ സമൂഹത്തിൻ്റെ സേവനം നടത്തൂ എന്നത്. മതവും ജാതിയും തിരിച്ച് മഹാഗുരു തൻ്റെ ഒരു സന്ദേശം എല്ലായ്പ്പോഴും ഓരോരുത്തരോടും പറഞ്ഞു: ഈ ഭൂമിയിൽ ഉള്ള എല്ലാവരും ഒരേ പോലെ വല്ലാത്തവരാണ്. എല്ലാവരും ആകാശവും ഭൂമിയും പ്രകൃതിയും യഥാർത്ഥത്തിലുള്ള പുത്രന്മാരാണ് എന്നത്. അദ്ദേഹം സന്താനദൾ രൂപീകരിച്ചുകൊണ്ട് ഈ ചിന്തകൾ പ്രചരിപ്പിക്കുകയും ചെയ്തു. സൃഷ്ടി അതാണ് മഹാഗുരുവിൻ്റെ ചിന്താപദ്ധതിക്ക്. പ്രകൃതിയാണ് എല്ലാ വസ്തുക്കളുടെ ഉറപ്പും. ഇന്നുള്ള എല്ലാത്തിലും പ്രകൃതി ഏത് കലാപമാക്കി ഉണ്ടായിരിക്കും. കാരണം എങ്ങനെയെങ്കിലും പ്രകൃതി തീരില്ലാതെ നടക്കുക. പിന്നെയും അത് തന്നെ ഇന്നുള്ള പ്രളയസ്ഥിതിയെയും ശക്തമായി നിലനിർത്തുന്നു.